അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ ശ്ലോകം മുതൽ 56 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. വിദുരോ നയദാ ദൃഷ്ടോ ധർമ്മസ്ഥം പൃഷ്ടവാംസ്തദാ ക്വാസ്തേ സവിദുരോ ധീമാൻസ്തമുവാചാംബികാസുതാ വിരക്തശ്ചരതേ ക്ഷത്താം നിരീഹോ നിഷ്പരിഗ്രഹ കുതോപ്യേകാന്തസംവാസി ധ്യായതേന്ദഃ സനാതനം. ഗംഗാം ഗച്ഛൻ ദ്വിതീയേൻഹി വനേ രാജാ യുധിഷ്ഠിരാ ദദർശ വിദുരം ക്ഷാമം തപസാ ശംസിതവ്രതം. ദൃഷ്ട്വോവാച മഹീപാലോ വന്ദേഹം ത്വാം യുധിഷ്ഠിരാ. തസ്ഥൗ ശ്രുത്വാ ച വിദുരാ സ്ഥാണുഭൂത ഇവാനഘ. ക്ഷണേന വിദുരസ്യാസ്യാന്നിസൃതം തേജ അദ്ഭുതം ലീനം യുധിഷ്ഠിരസ്യാസ്യേ ധർമാംശത്വാൽ പരസ്പരം. ക്ഷത്താ ജഹൗ തദാ പ്രാണാൻ ശുചോചാതി യുധിഷ്ഠിരാ ദാഹാർത്ഥം തസ്യ ദേഹസ്യ കൃതവാനുദ്യമം നൃപാ. ശൃണ്വതസ്തു തദാ രാജ്ഞോ വാഗുവാചാശരീരിണീ വിരക്തോയം ന ദാഹാർഹോ
യഥേഷ്ടം ഗച്ഛ ഭൂപതേ ശ്രുത്വാ തേ ഭ്രാതരഃ സർവേ സസ്നുർഗംഗാജലേ മലേ ഗത്വാ നിവേദയാമാസുർ ധൃതരാഷ്ട്രായ വിസ്തരാൻ സ്ഥിതാസ്തത്രാശ്രമേ സർവേ പാണ്ഡവാനാഗരൈഃ സഹ തത്ര സത്യവതീ സൂനുർനാരദശ്ച സമാഗത മുനയോന്യേ മഹാത്മാനശ്ചാഗതാ ധർമ്മനന്ദന കുന്തി പ്രാഹ തദാ വ്യാസം സംസ്ഥിതം ശുഭദർശനം കൃഷ്ണ കർണസ്തു പുത്രോ മേ ജാതമാത്രസ്തു വീക്ഷിത മനോ മേ തപ്യതേത്യർത്ഥം ദർശയസ്വ തപോധന ഗാന്ധാര്യുവാച സമർത്ഥോസി മഹാഭാഗ കുരു മേ വാഞ്ഛിതം പ്രഭോ ദുര്യോധനോരണേ ഗച്ഛദ്വീക്ഷിതോ ന മയാ മുനേ തം ദർശയ മുനിശ്രേഷ്ഠ പുത്രം മേ ത്വം സഹാനുജം സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 44-ാമത്തെ ശ്ലോകം മുതൽ 56 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിദൂരരെ കാണാഞ്ഞപ്പോൾ അന്വേഷിച്ചു ധർമ്മപുത്രർ, ധൃതരാഷ്ട്രർ അദ്ദേഹത്തോടായി പറഞ്ഞു. വിരക്തനാം വിദൂരനോ അനാസക്തനായി കൊണ്ടു ഏകാന്തത്തിൽ ധ്യാനിക്കുന്നു എവിടെങ്കിലും. ഗംഗാസ്നാനത്തിനായി പോയ ധർമ്മപുത്രർ വ്രതങ്ങളാൽ ശോഷിച്ചതാം വിദൂരനെ ഇടയ്ക്കു കണ്ടു. യുധിഷ്ഠിരൻ ഇതാ തവ പാദേ നമസ്കരിക്കുന്നു. ഇതു കണ്ടു വിദൂരനു വിസ്മിതനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിദൂരന്റെ മുഖത്തു നിന്നൊരു തേജപുഞ്ചമപ്പോൾ ധർമ്മപുത്ര മുഖത്തേക്കു ലയിച്ചു പോയി. രണ്ടുപേരും ധർമാംശമാണല്ലോ. അതേ സമയത്തോ വിദൂരനോ ദേഹം വിട്ടു രാജൻ ദുഃഖിച്ചു. സംസ്കാരത്തിനൊരുക്കങ്ങൾ നടത്തവേ കേട്ടുവല്ലോ നഭോവാണി ഈ വിധത്തിൽ അവിടെയെല്ലാം. ഇദ്ദേഹം വിരക്തനല്ലോ, സംസ്കാരം ചെയ്യേണ്ടതില്ല. ഇദ്ദേഹം വിരക്തനല്ലോ, സംസ്കാരം ചെയ്യേണ്ടതില്ല. ഇഷ്ടം പോലെ രാജാവേ നീ പോകുകയിപ്പോൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ
ഭഗവതി അമ്മേ ശരണം. അതു കേട്ടു പാണ്ഡവരോ ഗംഗയിൽ സ്നാനവും ചെയ്തു. അക്കാര്യങ്ങൾ ധൃതരാഷ്ട്രരോടായി ചൊല്ലി. പാണ്ഡവന്മാരാശ്രമത്തിൽ താമസിച്ചിടുന്ന കാലം വ്യാസനും നാരദൻ താനും അവിടെയെത്തി. മഹാത്മാക്കളാകും മുനിമാരുമെത്തിയ സമയം കുന്തി ദേവി വ്യാസനോടായി ഏവം പറഞ്ഞു. വേദവ്യാസ കർണനന്റെ സുതനല്ലോ വിരഹത്താൽ അവനെ കാണാതെ ഞാനും തളർന്നിടുന്നു. അവനെ കാണാനായി എൻ്റെ മനസ്സേറെ മോഹിക്കുന്നു. അവനെ ഭവാനും ഇപ്പോൾ കാണിച്ചിടണേ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഗാന്ധാരി പറഞ്ഞു, മഹാഭാഗ എന്റെ ആഗ്രഹത്തെയും സാധിപ്പിക്കണേ. യുദ്ധത്തിനായി പോയ സുയോധനനെ ഞാനും പിന്നീടു കണ്ടതേയില്ല. ആ ദുര്യോധനനെ ഭവാൻ അനുജന്മാരോടു കൂടെ കാണിച്ചിടണേ. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാദാംബികേ. വീഴുന്നു ജ്ഞാനാംബികേ. അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ഇന്ന് 138 ദിവസം. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം 44 ശ്ലോകം മുതൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഇന്നലെ നമ്മൾ കേട്ടത് പാണ്ഡവന്മാര് അവിടെ വിതുരരെയും ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും ഒപ്പം തങ്ങളുടെ മാതാവായ കുന്തിദേവിയെയൊക്കെ കാണാനായിട്ട് ശതയൂപാശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു. എല്ലാവരെയും കണ്ടു, അവരെയൊക്കെ ദർശിച്ചു. പക്ഷേ വിതുരോ നയദാ ദൃഷ്ടോ ധർമ്മസ്ഥം പൃഷ്ടവാംസ്തദാ. വിതുരോ നയദാ ദൃഷ്ടോ, വിതുരനെ കാണാതിരുന്നപ്പോ ധർമ്മരാജാവ് അവിടെ ആ ധർമ്മപുത്രൻ ചോദിച്ചു, എവിടെയാണ് വിതുരമഹാശയൻ? ക്വാസ്തേസ വിതുരോ ധീമാം സ്തമുവാച അംബികാസുത. വിതുരൻ ധീമാനാണ്, ബുദ്ധിമാനായിരിക്കുന്ന വിജ്ഞാനിയായ വിതുരമഹാശയൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ അംബികാപുത്രനായിരിക്കുന്ന
സാക്ഷാൽ ധൃതരാഷ്ട്രര് അതിന് മറുപടി പറഞ്ഞു. വിരക്തശ്ചരതേ ക്ഷത്താ നിരീഹോ നിഷ്പരിഗ്രഹ. ക്ഷത്താവ്, ആ വിതുരൻ വിരക്തനാണ്, ആഗ്രഹങ്ങൾ ഒടുങ്ങിയ ആളാണ്, നിഷ്പരിഗ്രഹനാണ്, അനാസക്തനായി അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ കുതോപ്പി ഏകാന്ത സംവാസി, എവിടെയെങ്കിലും ഏകാന്തത്തിലിരുന്ന് ധ്യായത്തെ എന്ത സനാതനം, എവിടെയെങ്കിലും ഇരുന്ന് തൻ്റെ ഉള്ളിലുള്ള ആ അകത്തുള്ള സനാതന ബ്രഹ്മത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാവും. എവിടെയാണെന്ന് അറിയില്ല. ഗംഗാം ഗച്ഛൻ ദ്വിതീയേൻഹി വനേ രാജാ യുധിഷ്ഠിര. ദ്വിതീയേൻഹി, രണ്ടാമത്തെ ദിവസം, പിറ്റേന്ന് ഗംഗയിലേക്ക് പോണ സമയത്ത് യുധിഷ്ഠിരൻ വനത്തിൽ വെച്ച് ദദർശ വിദുരം ക്ഷാമം തപസാ ശംസിതവ്രതം. തപസ്സുകൊണ്ടും വ്രതങ്ങൾ കൊണ്ടും ശോഷിച്ച ശരീരത്തോടു കൂടിയ ആ വിദുരമഹാശയനെ ധർമ്മപുത്രർ കണ്ടു. ദൃഷ്ടോവാച മഹീപാലോ, കണ്ട ഉടനെ തന്നെ രാജാവ് എന്തു പറഞ്ഞു? വന്ദേഹം ത്വാം യുധിഷ്ഠിര, യുധിഷ്ഠിര ത്വാം വന്ദേഹം, യുധിഷ്ഠിരനായ ഞാൻ അങ്ങയെ ദാ നമസ്കരിക്കുന്നു, വന്ദിക്കുന്നു. തസ്ഥൗ ശ്രുത്വാച വിതുര സ്ഥാണുഭൂത ഇവാനഖ. ഇത് കേട്ടപ്പോ വളരെ നിഷ്കളങ്കനായിരിക്കുന്ന വിതുരൻ സ്തംഭിച്ച പോലെ നിന്നു. സ്ഥാണുഭൂത ഇവാനഖ, അനഘനായ പാപരഹിതനായ വിതുരൻ. ക്ഷണേന വിതുരസ്യാസ്യാൻ നിസൃതം തേജ അദ്ഭുതം. പെട്ടെന്ന് വിതുരന്റെ മുഖത്ത് നിന്ന് ഒരു ജ്യോതിസ്, ഒരു തേജസ് ധർമ്മപുത്രരിലേക്ക് ലയിച്ചു ചേർന്നു. ലീനം യുധിഷ്ഠിരസ്യാസ്യേ, യുധിഷ്ഠിരനിലേക്ക് ലയിച്ചു ചേർന്നു. എന്താ അതിന് കാരണം എന്നാ പറയണത്? ധർമാംശത്വാൽ പരസ്പരം. രണ്ടുപേരും ധർമ്മദേവന്റെ കലാവതാരങ്ങളാണ്, ധർമാംശജന്മാരാണ് രണ്ടുപേരും. ക്ഷത്താജഹൗ തദാ പ്രാണാൻ ശുചോചാതി യുധിഷ്ഠിര. ആ വിദ്രമഹാശയൻ ക്ഷത്താവ് പ്രാണൻ ഉപേക്ഷിച്ചപ്പോ അല്ലാതെ വിഷമിച്ചു ധർമ്മപുത്രന്. ഇനി എന്താ ചെയ്യേണ്ടത്? മരിച്ചു, ഇനി എന്തു വേണം? ഇനി ദഹിപ്പിക്കണം. ദാഹാർത്ഥം തസ്യ ദേഹസ്യ കൃതവാനുദ്യമം നൃപ. ദേഹത്തിന്റെ ദേഹം സംസ്കരിക്കാനായിട്ട് തീർച്ചപ്പെടുത്തി അതിന് തുടങ്ങുമ്പോ ആ സമയത്ത് യുധിഷ്ഠിരനോട് ഒരു ആകാശവാണി പറയുകയാണ്. ആകാശവാണി കേട്ടു. ശൃണ്വതസ്തു തദാരാജ്ഞോ വാഗുവാച അശരീരിണി. അശരീരിണിയായ വാക്ക്, വാക്ക് മാത്രം, ശരീരമില്ല. എന്താ അവിടുന്ന് കേട്ടത്? വിരക്തോയം ന ദാഹാർഹോ യഥേഷ്ടം ഗച്ഛ ഭൂപതേ. ഇദ്ദേഹം വിരക്തനായതുകൊണ്ട് ഇദ്ദേഹത്തിന് ദഹിപ്പിക്കേണ്ട, ഇദ്ദേഹത്തിന് സംസ്കാര കർമ്മങ്ങളൊന്നും നടത്തേണ്ടതില്ല, നേരെ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. അതുകൊണ്ട് അല്ലയോ രാജാവേ, അങ്ങയുടെ യുക്തം പോലെ നിങ്ങൾക്ക് എവിടേക്കാണ് പോകാനുള്ളത് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോളൂ. ഈ പ്രവൃത്തിയൊന്നും ഇവിടെ ആവശ്യമില്ല. വിരക്തനാണ് വിതുരമഹാശയൻ, അതുകൊണ്ട് അങ്ങ് തിരിച്ചു പൊക്കോളൂ എന്ന് വാക്ക് കേൾക്കുന്നു. ശ്രുത്വാ തേ ഭ്രാതര സർവേ സസ്നുർഗംഗാജലേ അമലേ. അമലമായ നിർമ്മലമായ ഗംഗാജലത്തിൽ സഹോദരന്മാര് പാണ്ഡവന്മാരൊക്കെ മുങ്ങിക്കുളിച്ചു. അത് കേട്ടിട്ട് എന്നിട്ട് ചെന്ന് ഗത്വാ നിവേദയാമാസുർ ധൃതരാഷ്ട്രായ വിസ്തരാൾ. ധൃതരാഷ്ട്ര മഹാരാജാവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഉണ്ടായ സംഭവങ്ങളൊക്കെ അവിടെ വിവരിച്ചു. ശ്രുത്വാതേ, അത് കേട്ടിട്ടാണ്, ആ നഭോവാണി കേട്ടിട്ട്. സ്ഥിതാസ്തത്ര ആശ്രമേ സർവ പാണ്ഡവ നാഗരൈ സഹ. നഗരമാരുമായിട്ട് അല്ലെങ്കിൽ നഗര ജീവികൾ, നഗരവാസികളോടുകൂടി ആശ്രമത്തിൽ താമസിച്ചു പാണ്ഡവന്മാര്. തത്ര സത്യവതീ സൂനുർ നാരദശ്ച സമാഗത. അവരവിടെ താമസിക്കുന്ന സമയത്താണ് സത്യവതീ സൂനുവായിരിക്കുന്ന വേദവ്യാസൻ, അതേപോലെ ബ്രഹ്മസൂനുവായിരിക്കുന്ന നാരദൻ, അവര് രണ്ടുപേരും അവിടേക്ക് കടന്നു വന്നു. മുനയോന്യേ മഹാത്മാനശ്ചാഗതാ ധർമ്മനന്ദന കുന്തി പ്രാഹ തദാ വ്യാസം സംസ്ഥിതം ശുഭദർശനം. മഹാത്മാക്കളായിട്ടുള്ള ആ മഹർഷിമാര്, മറ്റ് മഹർഷിമാരൊക്കെ ഉണ്ട് അവിടെ, അവരൊക്കെ ധർമ്മപുത്രരുടെ അടുത്തെത്തി. കുന്തി
ആ തൻ്റെ മുമ്പിൽ നിൽക്കുന്ന വേദവ്യാസനോട് ശുഭദർശനം വ്യാസം, ശുഭത്തെ നൽകുന്ന ശുഭദർശനനായിരിക്കുന്ന വ്യാസനോട് കുന്തിദേവി പറഞ്ഞു. ഇവിടെ കൃഷ്ണ കർണസ്തു പുത്രോ മേ ജാതമാത്രസ്തു വീക്ഷിത. ഹേ വ്യാസമഹർഷേ, കർണൻ എൻ്റെ പുത്രനാണ്. ജനിച്ച നിമിഷം ഒന്ന് കണ്ടതേയുള്ളൂ. മനോമേ തപ്യതയത്യർത്ഥം, എൻ്റെ മനസ്സു വല്ലാതെ നീറുണു, തപിക്കണു. ഹേ തപോധന തപോനിധേ ദർശയസ്വ. അങ്ങയുടെ ആ തപശക്തി കൊണ്ട് ആ കർണനെ എനിക്ക് കാണിച്ചു തരണേ. കുന്തിദേവിയുടെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ ഗാന്ധാരി എന്തു പറഞ്ഞു? സമർത്ഥോസി മഹാഭാഗ കുരുമേ വാഞ്ചിതം പ്രഭോ ദുര്യോധനോ രണേ ഗച്ഛൽ വീക്ഷിതോ നമയാ മുനി തം ദദർശ മുനിശ്രേഷ്ഠ പുത്രം മേ ത്വം സഹാനുജം. ഹേ മഹാഭാഗ വേദവ്യാസ, അങ്ങ് സമർത്ഥോസി, അങ്ങ് സമർത്ഥനാണ്, കാര്യങ്ങളൊക്കെ നടത്താൻ കഴിവുള്ള ആളാണ്. അങ്ങ് എൻ്റെ ആഗ്രഹം കൂടി നിറവേറ്റി തരണേ. കുരു മേ വാഞ്ചിതം പ്രഭോ. എന്താ എൻ്റെ ആഗ്രഹം? ദുര്യോധനോ രണേ ഗച്ഛൽ വീക്ഷിതോ നമയാ മുനി. യുദ്ധത്തിന് പോയ ആ ദുര്യോധനൻ, എൻ്റെ ആദ്യത്തെ പുത്രൻ, ആ സുയോധനനെ എനിക്ക് പിന്നീട് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. തം ദർശയ മുനിശ്രേഷ്ഠ, അവനെ എനിക്ക് കാണിച്ചു തരൂ. എങ്ങനെ? അവനെ മാത്രമല്ല, പുത്രം മേ ത്വം സഹാനുജം, അനുജന്മാരോടുകൂടി ആ 100 പേരെയും ഒരുമിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടത് ചെയ്യണേ എന്ന് ആ ഗാന്ധാരിയുടെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ 56-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥം ആദ്യത്തെ പകുതിയിലാണ് ഗാന്ധാരിയുടെ വാക്ക്, ഇനിയുള്ള പകുതിയിലാണ് സുഭദ്രയുടെ വാക്ക്. ആ സുഭദ്രയുടെ വാക്കുകളോടുകൂടി നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.